പുതുതലമുറയ്ക്ക് അത്ര പരിചിതമല്ലാത്ത പഴമയുടെ ഓർമ്മയാണ് അഞ്ചൽപ്പെട്ടികൾ. കേരളം നാട്ടുരാജ്യങ്ങളായിരുന്ന കാലത്ത് കത്തുകളും രേഖകളും കൈമാറിയിരുന്ന അഞ്ചൽപ്പെട്ടിയുടെ ഒരു ശേഷിപ്പ് ഇടുക്കിയിലെ കുടയത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിലുണ്ട്. വർഷങ്ങളായി സ്കൂളിൻ്റെ പടിക്കെട്ടിലാണ് ആ ചരിത്ര സ്മരണയുടെ സ്ഥാനം. മൊബൈൽ ഫോണുകൾക്കും ഇന്റർനെറ്റിനു മുൻപ് ഒരു കാലത്ത് കേരളത്തിൽ ആശയവിനിമയത്തിന് ഉപയോഗിച്ചിരുന്ന സംവിധാനമാണ് അഞ്ചൽ പെട്ടികൾ. തിരുവിതാംകൂർ രാജവംശം തുടക്കമിട്ട തപാൽ സംവിധാനം പോസ്റ്റ് ഓഫീസുകൾ നിലവിൽ വന്നതോടെയാണ് അപ്രത്യക്ഷമായത്. കാലഘട്ടങ്ങളുടെ കഥകൾ പറയുന്ന അഞ്ചൽ പെട്ടികളിൽ ഒന്ന് കുടയത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലുണ്ട്. വർഷങ്ങളായി പടിക്കെട്ടിന് സമീപം ഉപേക്ഷിക്കപ്പെട്ട് കിടന്നിരുന്ന അഞ്ചൽ പെട്ടി വിദ്യാർത്ഥികളും PTA-യും ചേർന്നാണ് പുനഃസ്ഥാപിച്ചത്. ഉപേക്ഷിക്കപ്പെട്ട നില MEP മൂവാറ്റുപുഴ വാലി ഇറിഗേഷൻ പ്രോജക്റ്റിൻ്റെ ഭാഗമായി ഇവിടെയെല്ലാം ഒഴിപ്പിച്ചപ്പോൾ അന്ന് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ഈ അഞ്ചലോട്ടപ്പെട്ടി സ്കൂളിലെ കുട്ടികൾ സ്റ്റെപ്പായിട്ട് അവരുടെ കെട്ടിടത്തിലേക്ക് കയറാനുള്ള സ്റ്റെപ്പായിട്ട് ഈ അഞ്ചലോട്ടപ്പെട്ടിയെ ഉപയോഗിച്ചിരുന്നു. അന്ന് എൻ്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് സ്റ്റെപ്പ് പണിത് കൊടുത്തിട്ട് ഈ അഞ്ചലോട്ടം അവിടെ കുട്ടികളുടെ സഹായത്തോടുകൂടി രക്ഷകർത്താക്കളുടെ സഹായത്തോടുകൂടി അവിടെ സ്ഥാപിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്കും തിരിച്ചും കത്തുകളുമായി അഞ്ചലോട്ടക്കാർ മൈലുകളോളം സഞ്ചരിച്ചിരുന്നു എന്നാണ് ചരിത്രരേഖകൾ പറയുന്നത്. ഭൂതകാലത്തിന്റെ ഓർമ്മകൾ പേറുന്ന അഞ്ചൽപ്പെട്ടി കുട്ടികളും അധ്യാപകരും ഏറെ ശ്രദ്ധയോടെയാണ് സംരക്ഷിച്ചു പോരുന്നത്. മുൻപ് ഉണ്ടായിരുന്ന ഒരു തപാൽ സംവിധാനം, അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊന്നും അത്ര പരിചയമില്ല. ഇമെയിലിൻ്റെയും മറ്റ് ആധുനിക സംവിധാനങ്ങളുടെയും ഒക്കെ കാലമാണ്. പക്ഷേ അപ്പോൾ എന്തുകൊണ്ടും ഇതെന്താണ് എന്നറിയാനുള്ളൊരു ആകാംക്ഷ കുട്ടികളിൽ ഉണ്ട്. നമുക്കും അതൊരു വലിയ ഒരു നൊസ്റ്റാൾജിയ തന്നെ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് ഈ അഞ്ചലോട്ടപ്പെട്ടി ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ ഒരു അഭിമാനകരമായ ഒരു അവസ്ഥയായിട്ട് മാറിയിട്ടുണ്ട്. പൊതുവിടങ്ങളിൽ അപൂർവമായി മാത്രമാണ് കാണുന്നതെങ്കിലും മ്യൂസിയങ്ങളിലും മറ്റും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അഞ്ചൽപ്പെട്ടികൾ സൂക്ഷിക്കുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ന്യൂസ് മലയാളം, ഇടുക്കി.